അമിത പ്രതീക്ഷകളുടെ ഭാരവും പേറി ഇന്ത്യൻ ടീമിലെത്തിയ ഒരു കൗമാരക്കാരൻ. പക്ഷേ കാലം അയാൾക്കായി കരുതി വെച്ചത് കനൽ വഴികളായിരുന്നു. അവസരങ്ങളില്ലാതിരുന്നപ്പോഴും കിട്ടിയവ കൈവിട്ടപ്പോഴും മലയാളി താരം പുറത്തേക്ക് എന്ന തലക്കെട്ടുകൾക്ക് താഴെ അയാളുടെ പേര് ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്നു. വിമർശകർ വിധിയെഴുതി സഞ്ജുവിന് സ്ഥിരതയില്ല. പക്ഷേ സഞ്ജുവിന് നിശബ്ദത ഒരു ഉത്തരമായിരുന്നു. IPL മൈതാനങ്ങളിൽ രാജസ്ഥാനെ മുന്നിൽ നയിക്കുമ്പോഴും അയാളുടെ ലക്ഷ്യം ആ നീല ജേഴ്സി തന്നെയായിരുന്നു. ഓരോ വീഴ്ചയിലും അയാൾ പഠിച്ചു. ഓരോ അവഗണനയിലും അയാൾ കൂടുതൽ കരുത്തനായി. കാത്തിരിപ്പിനൊടുവിൽ ആ നിമിഷം വന്നു. ഇത് പഴയ സഞ്ജുവല്ല, പക്വതയുള്ള അടങ്ങാത്ത ദാഹമുള്ള പോരാളിയാണ്. കൊൽക്കത്തയിലും വാങ്കഡയിലും അയാൾ തീർത്ത ബാറ്റിംഗ് വിസ്മയം ലോകം കണ്ടു. സഞ്ജു സാംസൺ എന്ന പേര് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ വെറുമൊരു പേരല്ല, അതൊരു വികാരമാണ്. മുംബൈയിൽ നടന്ന രണ്ടാം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ തുടർച്ചയായ രണ്ടാം T20 ലോകകപ്പ് ഫൈനലിൽ യോഗ്യത നേടിയെടുത്തത്. അതിന് കരുത്തായതാകട്ടെ സഞ്ജു സാംസണിൻ്റെ ബാറ്റിംഗ് മികവും. വ്യക്തിഗത സ്കോർ 15 നിൽക്കുമ്പോൾ ഇംഗ്ലണ്ട് ക്യാപ്റ്റനായ ഹാരി ബ്രൂക്ക് സഞ്ജുവിൻ്റെ ക്യാച്ച് വിട്ടുകളഞ്ഞു. അതിന് നൽകേണ്ടി വന്ന വില മത്സരം തന്നെയാണ്. ഇതിന് പിന്നാലെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് വെടിക്കെട്ടാണ് മുംബൈയിൽ കണ്ടത്. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു 42 പന്തിൽ 89 റൺസ് എടുത്താണ് പുറത്തായത്. 8 4ഉം 7 6ഉമാണ് അദ്ദേഹം പറത്തിയത്. 211.9 സ്ട്രൈക്ക് റേറ്റിലാണ് മലയാളി താരം മുംബൈയിൽ കത്തിക്കയറിയത്. സഞ്ജുവിനെ സംബന്ധിച്ച് സെഞ്ചുറി നേടാനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇതിന് ശ്രമിക്കാതെ അടിച്ചു കളിക്കാനുള്ള നീക്കമാണ് സഞ്ജു നടത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റിന് 253 റൺസ് എടുത്തപ്പോൾ മറുപടി കിടങ്ങിയ ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് 246 റൺസാണ് നേടാനായത്. അവസാനം വരെ ഇംഗ്ലണ്ട് പൊരുതിയെങ്കിലും ഭാഗ്യം തുണച്ചില്ല. ജേക്കബ് ബദൽ 105 റൺസുമായി ഇംഗ്ലണ്ടിനായി പൊരുതി. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനാണ് ഇറങ്ങിയത്. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് മികച്ച തുടക്കം നൽകാനായില്ല. സ്കോർ ബോർഡിൽ 20 റൺസ് ഉള്ളപ്പോൾ അഭിഷേക് ശർമ്മ മടങ്ങി. 7 പന്തിൽ 9 റൺസാണ് അഭിഷേകിന് നേടാനായത്. അഭിഷേക് മടങ്ങിയ ശേഷം സഞ്ജു സാംസൺ ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ഇഷാൻ കിഷനും താളം കണ്ടെത്തിയോടെ സ്കോർ അതിവേഗം ഉയർന്നു. ഇഷാൻ കിഷൻ 18 പന്തിൽ 39 റൺസ് എടുത്ത് മടങ്ങി. 4 4ഉം 2 6ഉം നേടിയ ഇഷാനെ ആദിൽ റഷീദാണ് പുറത്താക്കിയത്. ഇതോടെ സഞ്ജു സാംസൺ അതിവേഗം റൺസ് ഉയർത്തി. മോശം പന്തുകളെ തിരഞ്ഞു പിടിച്ചാക്രമിച്ചു സഞ്ജു മുന്നേറി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് വലിയ സ്കോർ നേടാനായില്ല. 6 പന്തിൽ 11 റൺസാണ് സൂര്യയ്ക്ക് നേടാനായത്. ശിവൻ ദുബെ നിർണായക പ്രകടനമാണ് പുറത്തെടുത്തത്. 25 പന്തിൽ 43 റൺസാണ് ദുബെ നേടിയത്. 1 4ഉം 4 6ഉം അടങ്ങിയ ദുബെ റണ്ണൌട്ടായിരുന്നു. ഹർദിക് പാണ്ഡ്യ 12 പന്തിൽ 20 റൺസാണ് നേടിയത്. തിലക് വർമ്മ 7 പന്തിൽ 3 6 ഉൾപ്പെടെ 21 റൺസ് നേടി. അക്ഷർ പട്ടേൽ 2 പന്തിൽ 2 റൺസോടെ പുറത്താവാൻ നിന്നു. ഇംഗ്ലണ്ടിനായി വിൽ ജാക്സ്, ആദിൽ റഷീദ് എന്നിവർ 2 വിക്കറ്റുകൾ വീഴ്ത്തി. ജോഫ്ര ആർച്ചർ 1 വിക്കറ്റ് നേടി. ഇന്ത്യ 7 വിക്കറ്റിന് 280 റൺസാണ് പടുത്തുയർത്തിയത്. T20 ലോകകപ്പ് സെമിയിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണ് ഇന്ത്യ പടുത്തുയർത്തിയത്. മറുപടിക്കിറങ്ങിയ ഇംഗ്ലണ്ടിന്റെ തുടക്കം പാളി. ഫിൽ സാൾട്ട് തുടക്കത്തിലെ മടങ്ങി. 1 4 നേടിയ സാൾട്ടിനെ ഹാർദിക് പാണ്ഡ്യ മടക്കി. മിന്നും ഫോമിലുള്ള ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിനെ ജസ്പ്രീത് ബൂംറ മടക്കി. 6 പന്തിൽ 7 റൺസാണ് ബ്രൂക്ക് പുറത്തായത്. ജോസ് ബട്ട്ലറിനും വലിയ സ്കോർ നേടാനായില്ല. 17 പന്തിൽ 4 4ഉം 1 6ഉം അടക്കം 25 റൺസ് എടുത്താണ് ബട്ട്ലർ പുറത്തായത്. വരുൺ ചക്രവർത്തിക്കാണ് വിക്കറ്റ്. ടോം ബാൻഡൻ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത്. 5 പന്തിൽ 1 4ഉം 2 6ഉം ഉൾപ്പെടെ 17 റൺസ് എടുത്ത ബാൻഡിനെ അക്ഷർ പട്ടേൽ ക്ലീൻ ബൗൾ ചെയ്തു. വിൽ ജാക്സ്, ജേക്കബ് ബദൽ കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകി. എന്നാൽ 20 പന്തിൽ 4 4ഉം 2 6ഉം ഉൾപ്പെടെ 30 റൺസ് എടുത്ത വിൽ ജാക്സിനെ അർഷ്ദീപ് പുറത്താക്കി. അക്ഷർ പട്ടേലിന്റെ തകർപ്പൻ ഫീൽഡിങ്ങിനൊപ്പം ശിവൻ ദുബെയും ചേർന്നപ്പോൾ ഈ ലോകകപ്പിലെ തന്നെ മനോഹര വിക്കറ്റുകളൊന്നായി അത് മാറി. 18ാം ഓവർ എറിഞ്ഞെത്തിയ ബൂംറ 6 റൺസ് മാത്രം വഴങ്ങിയത് വളരെ നിർണായകമായി. ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് അവിടെ നിന്നായിരുന്നു. ഒരുപക്ഷെ കൈവിടുമെന്ന് തോന്നിച്ച മത്സരം ബൂംറയിലൂടെ ഇന്ത്യ സ്വന്തമാക്കി. 17 ഓവറിൽ 5 വിക്കറ്റിന് 209 റൺസ് എന്ന മികച്ച നിലയിലായിരുന്നു ഇംഗ്ലണ്ട്. ആ സമയത്ത് 18 പന്തിൽ 45 റൺസായിരുന്നു 5 വിക്കറ്റ് ശേഷിക്കെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. പ്രതീക്ഷ നൽകി സാം കാർണും ജേക്കബ് ബദലും ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നു. എന്നാൽ 18ാം ഓവർ എറിയാനെത്തിയ ബൂംറ വെറും 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. മുംബൈയിൽ വലിയ അനുഭവ സമ്പത്തുള്ള ബൗളറാണ് ബൂംറ. മുംബൈ ഇന്ത്യൻസ് താരമായ ബൂംറയ്ക്ക് ഇവിടുത്തെ സാഹചര്യം നന്നായി അറിയാം. അത് മുതലാക്കി ബൂംറ 18ാം ഓവർ എറിഞ്ഞതാണ് ഇന്ത്യക്ക് കരുത്തായി മാറിയത്. 10ാം ഓവറിൽ ഹർദിക് പാണ്ഡ്യ സാം കാർണിനെ പുറത്താക്കിയതും വളരെ നിർണായകമായി. ഇന്ത്യയുടെ ഫീൽഡിംഗ് നിലവാരം മെച്ചപ്പെട്ടത് ഫൈനൽ ടിക്കറ്റ് നേടാൻ സഹായിച്ചു എന്ന് പറയാം. അക്ഷർ പട്ടേലിന്റെ ഫീൽഡിംഗ് ആണ് എടുത്തു പറയേണ്ടത്. ബൂമറയുടെ പന്തിൽ ഹാരി ബ്രൂക്കിനെ പുറത്താക്കിയ അക്ഷറിന്റെ റണ്ണിംഗ് ക്യാച്ച് തകർപ്പനായിരുന്നു. വിൽ ജാക്സിനെ പുറത്താക്കാൻ ശിവൻ ദുബെയോടൊപ്പം ബൗണ്ടറി ലൈനിൽ അക്ഷർ നടത്തിയ ഗംഭീര ഫീൽഡിംഗ് ആണ്. അവസാന ഓവറിൽ ജേക്കബ് ബദലിനെ റണ്ണൌട്ടാക്കാൻ ഹർദിക് പാണ്ഡ്യയും കിടിലൻ ഫീൽഡിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത്. സഞ്ജു സാംസണിലേക്ക് നേരിട്ട് ത്രോ ചെയ്യാൻ ഹർദിക് കാട്ടിയ ബുദ്ധി ഫലം കണ്ടു. ഒന്ന് വിറച്ചെങ്കിലും ഒടുവിൽ ഫൈനൽ ടിക്കറ്റ് ഇന്ത്യ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ന്യൂസിലൻഡ് മറികടന്ന് കപ്പ് നേടുമോ എന്ന് കാത്തിരുന്ന് കാണാം.